മഹാരാഷ്ട്രയിൽ ഗുരുതരമായ ക്രമക്കേടാണ് ഉണ്ടായത്. വോട്ടർപട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ. ഒരു വീട്ടിൽ തന്നെ 700 പേരെ വരെ വോട്ടർമാരായി ചേർത്തിട്ടുണ്ട്. ഞാനിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തെളിവുകൾ സഹിതം ഇത് പുറത്ത് പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നിട്ടും മഹാരാഷ്ട്രയിൽ ഒരാഘോഷവും ഉണ്ടായില്ല. കാരണം ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയമല്ല ഇത് ഞങ്ങളുടെ വിജയത്തെ ഇവർ അപഹരിച്ചതാണ്, മോഷ്ടിച്ചതാണ്. അതാണ് ശ്രീ രാഹുൽ ഗാന്ധി അന്ന് മുതൽ പറഞ്ഞത്. കാരണം ഞങ്ങൾ എല്ലാ തെളിവുകളും അദ്ദേഹത്തിൻ്റെ കൊടുത്തതാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് വെളിയിലുള്ള ആളുകളെ ചേർത്തിട്ടുള്ളത്. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരായിട്ട് ഈ ആരോപണമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം എവിടേക്കാണ് പോകുന്നത്? വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുക, വോട്ടർ പട്ടികയിൽ ആവശ്യമില്ലാത്തവരെ ചേർക്കുക. ഇപ്പം തന്നെ ചിദംബരം തന്നെ തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ നീ കേരളത്തിൽ ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതും ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ BJP ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്ന് നടത്തുന്ന ഈ കള്ളക്കളി അവസാനിപ്പിക്കേണ്ടതാണ്. അതിനെതിരായിട്ടുള്ള ജനവികാരം ഇന്ത്യയിൽ ഉയരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.